ഹജ്ജ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാർക്ക് അവസരം ലഭിച്ചതോടെ 46 മലയാളികൾക്ക് കൂടി തീർത്ഥാടനത്തിന് പോകാം. വെയിറ്റിംഗ് ലിസ്റ്റിലെ 324 ഇന്ത്യക്കാർക്കാണ് ഇപ്പോൾ അവസരം ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള 50 പേർക്ക് കൂടി അവസരം ലഭിച്ചേക്കുമെന്നാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതീക്ഷ. 2 വിമാനങ്ങളിലായി 700 തീർത്ഥാടകർ കൂടി ഇന്ന് മക്കയിലെത്തി. വെയിറ്റിംഗ് ലിസ്റ്റിൽ 551 മുതൽ 596 വരെയുള്ളവർക്കാണ് സംസ്ഥാനത്ത് നിന്നും ഹജ്ജിന് പോകാൻ പുതുതായി അവസരം ലഭിച്ചത്. ഇവർ ഉടൻ തന്നെ ഹജ്ജിനായുള്ള മുഴുവൻ തുകയും ACBAയിൽ അടച്ച് പേ ഇൻ സ്ലിപ്പ് ഹാജരാക്കണം. ഇനി 50 പേർക്ക് കൂടി അവസരം ലഭിക്കുമെന്നാണ് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രതീക്ഷ. വെയിറ്റിംഗ് ലിസ്റ്റിൽ 750 വരെയുള്ളവരുടെ പാസ്പോർട്ടുകൾ ഹജ്ജ് കമ്മിറ്റി ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് 2 വിമാനങ്ങളാണ് ഹാജിമാരുമായി യാത്ര തിരിച്ചത്. 2 വിമാനങ്ങളും ജിദ്ദയിലെത്തി. ആദ്യ വിമാനം സൗദി സമയം 4:30-ക്കും രണ്ടാമത്തേത് രാത്രി 8-നുമാണ് ഹജ്ജ് ടെർമിനലിൽ എത്തിയത്. ആദ്യ വിമാനത്തിലെ 350 തീർത്ഥാടകരും ഉംറ നിർവഹിക്കാൻ മക്കയിലെത്തി. രണ്ടാമത്തെ വിമാനത്തിലെത്തിയ തീർത്ഥാടകർ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. രാത്രി വൈകി മക്കയിലെത്തുന്ന ഇവർ ഇന്നു തന്നെ ഉംറ നിർവഹിക്കും. ആദ്യ വിമാനത്തിലെത്തിയ ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട ഇവർക്ക് മിസ്ഫലയിലെ 87-ാം നമ്പർ കെട്ടിടത്തിലാണ് താമസ സൗകര്യം. രണ്ടാം വിമാനത്തിലെത്തിയ ഹാജിമാർക്ക് അസീസിയയിലെ 16-ാം നമ്പർ കെട്ടിടത്തിലാണ് താമസം. 3 ദിവസത്തിനുള്ളിൽ 1400 തീർത്ഥാടകരാണ് ഇതുവരെ സൗദിയിലെത്തിയത്. നാളെ 350 തീർത്ഥാടകർ മക്കയിലേക്ക് യാത്ര തിരിക്കും. ജിദ്ദ ബ്യൂറോക്കൊപ്പം അഫ്താബ് റഹ്മാൻ, മീഡിയ 1, മലപ്പുറം. മതിയായ രേഖകളില്ലാതെ ഹജ്ജിനെത്തിയ 5ഓളം തീർത്ഥാടകരെ പ്രവേശന കവാടങ്ങളിൽ നിന്ന് തിരിച്ചയച്ചതായി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. 3 പേർ വ്യാജരേഖകളുമായാണ് എത്തിയത്. ഒരാൾ ആരോഗ്യപരമായ കാരണത്താൽ മുൻപ് നാടുകടത്തപ്പെട്ടയാളും മറ്റൊരാൾ ഹജ്ജ് വിസ സ്റ്റാമ്പ് ചെയ്യാതെയുമാണ് എത്തിയത്. തിരിച്ചയക്കപ്പെട്ടവർ ഏത് രാജ്യക്കാരാണെന്ന് മന്ത്രാലയം അറിയിച്ചില്ല. അതേസമയം വിസ മാറിയടിച്ചതിനാൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആലം ഇദ്രിസ് എന്ന തീർത്ഥാടകനെ 3 ദിവസം മുൻപ് മടക്കി അയച്ചതായി ഇന്ത്യൻ മിഷൻ അറിയിച്ചു. ഇതുവരെയായി 5 ലക്ഷം തീർത്ഥാടകർ സൗദിയിലെത്തിയതായി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു. ദോഹയിൽ ബലിപ്പെരുന്നാളോടനുബന്ധിച്ച് സൂഖ് വാക്കിഫിൽ നടക്കാനിരിക്കുന്ന ആഘോഷ പരിപാടിയിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള 12 പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന ഗാനവിരുന്നൊരുക്കുമെന്ന് സംഘാടകരായ റയാൻ റേഡിയോ അധികൃതർ പറഞ്ഞു. ഒക്ടോബർ 5 മുതൽ 10 വരെയായിരിക്കും ആഘോഷ പരിപാടികൾ. അറബ് ലോകത്തെ പ്രശസ്തരായ ഗായകർ വിവിധ ദിവസങ്ങളിൽ നടക്കുന്ന ഗാനവിരുന്നിൽ പങ്കെടുക്കും. പ്രശസ്ത അറബ് ഗായകൻ മുഹമ്മദ് അബ്ദു നയിക്കുന്ന ഗാനവിരുന്നോടെയാകും ആഘോഷത്തിന് തിരശ്ശീല വീഴുക. ഗാനമേളയ്ക്ക് പുറമെ വിവിധ വിനോദ പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സൂഖ് വാക്കിഫ് ജനറൽ മാനേജർ മുഹമ്മദ് അസ്സാലിം അറിയിച്ചു. സർക്കസ്, കുട്ടികൾക്കുള്ള പ്രത്യേക വിനോദ പരിപാടികൾ, ചെറുചിത്രീകരണങ്ങൾ, നാടോടി നൃത്തങ്ങൾ തുടങ്ങി നിരവധി പരിപാടികൾ ഒരുങ്ങി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ അൽ മുബാറക് അസബാഹ് ഇറ്റലി, ജർമ്മനി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി പുറപ്പെട്ടു. മന്ത്രിമാർ അടക്കമുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 69ാമത് ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും സംഘത്തിനും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രയയപ്പ് നൽകി. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നത്തിന് തിരിച്ചടിയായി ഇസ്രായേലിന്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശം. വെസ്റ്റ് ബാങ്കിലെ ജബ താഴ്വരയിലാണ് 400 ഹെക്ടർ ഭൂമി ഇസ്രായേൽ കയ്യേറിയത്. ഇസ്രായേലിലെ യുദ്ധവിരുദ്ധ പ്രസ്ഥാനമായ പീസ് നൗവിന്റെ വിശദീകരണ പ്രകാരം 80കൾക്ക് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ അധിനിവേശമാണിത്. ബത്ലഹേമിന്റെ പടിഞ്ഞാറുള്ള ഈ പ്രദേശം ഇനി മുതൽ ഇസ്രായേലിൻ്റെതായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗസ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകമായിരുന്നു ഈ നടപടി. 10 ഗ്രാമങ്ങളിലായി 20,000-ഓളം ഫലസ്തീനികളാണ് ഇവിടെ താമസിക്കുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പുതിയ അധിനിവേശത്തെ അപലപിച്ചിട്ടുണ്ട്. സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഭൂമി കയ്യേറ്റമെന്ന് ഇസ്രായേലിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ലാഴ്സ് ഫാഗൂർ ആൻഡേഴ്സൺ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി. ഫലസ്തീനിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിനിധി ജോഷ് ഗാഡ് റട്ടറും സംഭവത്തെ അപലപിച്ചു. Well, we've condemned the appropriation of land and raised this formally with the Israeli authorities. This is, of course, land that is destined and intended for settlement expansion, and the European Union has a very clear position on settlement-related activity, which are considered to be contrary to international law, an obstacle to peace, and, of course, undermine the trust between the parties. And, of course, the timing of this move is particularly disturbing given the destruction and the loss that we have recently seen in Gaza. So the timing of the decision is also a great cause for concern. കയ്യേറ്റത്തിനെതിരെ ബെന്യാമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ തന്നെ വിമർശം ഉയർന്നിട്ടുണ്ട്. നീതിന്യായ മന്ത്രി സിപ്പി ലിവിനിയും ധനമന്ത്രി യേർ ലാപ്പിഡും കയ്യേറ്റം ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഫലസ്തീൻ ഐക്യ സർക്കാർ രൂപീകരണത്തിനെതിരെ ഫതഹിനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണമാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ ഇറാഖ് പ്രശ്നപരിഹാരത്തിന്റെ തിരക്കിലായ സമയം തന്നെ ഇതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. നിലവിൽ കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നില്ലെങ്കിലും ഭാവിയിലെ സമാധാന ചർച്ചകൾ വഴി ഇതിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിയെടുക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.
ഇസ്രായേലിന്റെ സുരക്ഷാ മതിൽ വിഭജിക്കുന്നത് ഫലസ്തീനികളുടെ ഭൂമി മാത്രമല്ല, ജീവിതം കൂടിയാണ്. വെസ്റ്റ് ബാങ്കിലെ ഖൽഖിലിയ പട്ടണത്തിലെ പേര കർഷകരുടെ ജീവിതത്തെ ഈ മതിൽ വിഭജിക്കുന്നത് എങ്ങനെയെന്ന് കാണുക. ഖൽഖിലിയയിലെ പേരയ്ക്ക വെസ്റ്റ് ബാങ്കിൽ മാത്രമല്ല വിറ്റഴിക്കുന്നത്, അയൽ രാജ്യങ്ങളിലേക്ക് കൂടി ഇത് കയറ്റി അയക്കാറുണ്ട്. പക്ഷേ വെസ്റ്റ് ബാങ്ക് വിഭജിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ സുരക്ഷാ മതിൽ കടന്നുപോകുന്നത്. ചാവേർ ആക്രമണം തടയാനാണ് സുരക്ഷാ മതിലെന്നാണ് ഇസ്രായേലുകാരുടെ ന്യായീകരണം. എന്നാൽ മതിൽ വന്നതോടെ സ്വന്തം ഭൂമിയുടെ ഭൂരിഭാഗവും ഇവിടുത്തെ പേര കർഷകർക്ക് നഷ്ടമായി. കൃഷിയിടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന കൂറ്റൻ മതിൽ കാരണം സ്വന്തം പറമ്പിലുണ്ടാകുന്ന പേരയ്ക്ക് വിളവെടുക്കാൻ പോലും ഇവർക്ക് അവകാശമില്ല. المشاكل اللي هي مشاكل الجدار ومعاناة المزارعين من الجدار ومن الدخول على البوابات اللي خارج الجدار، ما تبقى من أراضي يعني لمدينة كلكيلية خارج الجدار اللي هي بسموها على البوابة التصاريح، يعني هاي اللي بعبروا المزارعين خلف الجدار، هذول بواجه مشاكل أزيد إشي. وبالنسبة للي جوا كلكيلية يعني ما تبقى من أرض، يعني ما ضلش إلا توالي مثل ما انتم شايفين هذه الأراضي الموجودة. സുരക്ഷാ മതിലിനു പിന്നിലുള്ള സ്വന്തം കൃഷിയിടത്തിലേക്ക് കടക്കാൻ ഗേറ്റ് തുറന്നു തരണം എന്നതാണ് കർഷകരുടെ പ്രധാന ആവശ്യം. കർഷകരുടെ ഭൂമിയുടെ 1/3 ഭാഗവും സുരക്ഷാ മതിൽ കവർന്നെടുത്തു എന്ന് ഖൽഖിലിയയുടെ മേയറും സാക്ഷ്യപ്പെടുത്തുന്നു. بعد ما شربت أرضها الزراعية تبقى لها القليل القليل، أقل من الثلث تبقى لكلكيلية أرض زراعية، فمزروع منها حوالي 2000 دونم بالداخل والخارج، داخل كلكيلية وخارج كلكيلية وفي محيطها في محيط المحافظة بحوالي 2000 دونم كنا مزروع. കൃത്യസമയത്ത് അയൽ രാജ്യങ്ങളിലേക്ക് പേരയ്ക്ക കയറ്റി അയക്കാനായില്ലെങ്കിൽ പ്രാദേശിക വിപണിയിൽ പോലും ഖൽഖിലിയയുടെ യശസ്സുയർത്തിയ പേരയ്ക്ക വിറ്റഴിയില്ല എന്നതാണ് വാസ്തവം. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അന്താരാഷ്ട്ര തലത്തിൽ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ISIS-നെ പിന്തുണയ്ക്കുന്നവരെ പിടികൂടുന്നതിന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ക്യാമ്പയിൻ ആരംഭിച്ചു. ജഹ്റയിലെ 30ഓളം ISIS അനുകൂലികളെ പോലീസ് പിടികൂടിയതായും റിപ്പോർട്ടുണ്ട്. ജഹ്റ ഏരിയയിൽ നിന്നാണ് 30-ലധികം IS അനുകൂലികളെ പിടികൂടിയതെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഒരു മതപ്രചാരകനെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. മതപ്രചാരകന്റെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് 30ഓളം IS അനുകൂലികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത്. IS-യുമായി ആശയപരമായി ബന്ധം പുലർത്തുന്നതായ സംശയത്തിൽ 2 ബിദൂനികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് സുരക്ഷാ വിഭാഗം ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പരിശോധന നടത്തി IS-നെ പിന്തുണക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. വിവിധ ഗവർണറേറ്റുകളിലും അതിർത്തികളിലും പ്രത്യേക സുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. മുഖപടം ധരിച്ച വനിതാ ഡ്രൈവർമാരെ പരിശോധിക്കുന്നതിന് വനിതാ പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. IS അനുകൂലികൾക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതിനിടെ IS ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ 800 പേർക്ക് കുവൈത്തിൽ പ്രവേശനാനുമതി നിഷേധിച്ചതായും പ്രാദേശിക പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. തീവ്രവാദ സംഘടനയായ ISIS-നെതിരെ സൗദിയിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. റിയാദ് കേന്ദ്രമായി നടക്കുന്ന ക്യാമ്പയിനിൽ സൗദിക്കകത്തും പുറത്തുമുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകും. 30 ചാനലുകളിൽ ഒരേ സമയം പരിപാടി സംപ്രേഷണം ചെയ്യും. സെപ്റ്റംബർ 18 മുതൽ 24 വരെ രാത്രി 9 മുതൽ 11:30 വരെയാണ് പരിപാടിയുടെ സംപ്രേഷണം. ISIS-നെ കുറിച്ച് പൊതുജനങ്ങളിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണ അകറ്റലും തീവ്രവാദ സംഘടനകളുടെ തനിനിറം തുറന്നുകാട്ടലുമാണ് പരിപാടിയിലൂടെ സംഘാടകർ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുവാൻ സംയുക്ത സൈനിക നീക്കം വേണമെന്ന് ബഹ്റൈൻ ആവശ്യപ്പെട്ടു. സൈനിക സഹകരണത്തിന് പുറമെ സാമ്പത്തികമായും ആശയപരമായും സഹകരണം ഉണ്ടായാൽ മാത്രമേ IS-നെ അമർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ പറഞ്ഞു. തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന ജോർദാന് ബഹ്റൈൻ പിന്തുണ നൽകും. ഇറാഖിൽ സുരക്ഷയും സമാധാനവും ലക്ഷ്യമിട്ട് പാരീസിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് ബഹ്റൈന്റെ നിലപാട് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. ഖത്തർ വിടാൻ തീരുമാനിച്ച മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾക്ക് അഭയം നൽകാൻ തയ്യാറാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ വ്യക്തമാക്കി. ദോഹയിലെ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോഴാണ് എർദോഗാൻ ഇക്കാര്യം പറഞ്ഞത്. മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചില നടപടികൾ സ്വീകരിക്കാൻ ഖത്തർ പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം ഖത്തറും ഇസ്ലാമിക് ബ്രദർഹുഡും നിഷേധിക്കുകയാണ്. സ്ഥാനപതിമാരെ ഖത്തറിലേക്ക് തിരിച്ചയക്കാൻ സൗദിയും മറ്റും ഉപാധികൾ നിർണയിച്ചതായ റിപ്പോർട്ടുകളെക്കുറിച്ച് GCC നേതൃത്വവും മൗനം പാലിക്കുകയാണ്. ഏതായാലും സർക്കാർ സമ്മർദ്ദം കൊണ്ടല്ല ഖത്തർ വിടുന്നതെന്നും സംഘടനാ തീരുമാനം മാത്രമാണിതെന്നുമാണ് ബ്രദർഹുഡ് നേതാക്കളുടെ പൊതു നിലപാട്. മുസ്ലിം ബ്രദർഹുഡ് ജനറൽ സെക്രട്ടറി മഹ്മൂദ് ഹുസൈൻ, ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം പാർട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അമ്രത് രാജ്, ഹംസ സൗ, പാർട്ടി സുപ്രീം കമ്മിറ്റി അംഗം അഷ്റഫ് ബദ്രുദ്ദീൻ, ഈജിപ്ഷ്യൻ ഔക്കാഫ് മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറി ജമാൽ അബ്ദുസത്തർ, ഇസ്ലാമിക പണ്ഡിതരായ വജ്ദി ഗനീം, ഉസ്സാം തലൈമ എന്നിവരാണ് ഖത്തർ വിടുന്നത്. ബ്രദർഹുഡ് നേതാക്കൾ അഭ്യർത്ഥിച്ചാൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് എർദോഗാന്റെ പ്രഖ്യാപനം. ഇസ്ലാമിക് സ്റ്റേറ്റ് വിരുദ്ധ ആക്രമണത്തിന് ഖത്തറിനൊപ്പം തുർക്കിയും പിന്തുണ അറിയിച്ചിട്ടുണ്ട്.
എന്നാൽ സൈനിക നടപടിയിൽ പങ്കാളിത്തം വഹിക്കാൻ തങ്ങളില്ലെന്നാണ് തുർക്കി വ്യക്തമാക്കുന്നത്. പ്രതികൂല സാഹചര്യത്തിലും ഖത്തർ തുർക്കി സൗഹൃദം കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നാണ് ഉർദുഗാന്റെ വിജയകരമായ ദോഹ സന്ദർശനം തെളിയിക്കുന്നത്. MCA നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്. രാജ്യത്ത് കഴിയുന്ന ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾക്ക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സമ്മർദ്ദവും ഉണ്ടാകില്ലെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് അൽ അത്വിയ പറഞ്ഞു. ബ്രദർഹുഡ് നേതാക്കളുടെ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെടില്ല. ഭിന്നാഭിപ്രായക്കാരെ പുറത്താക്കുന്ന രാജ്യമല്ല ഖത്തറെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഫിനാൻഷ്യൽ ടൈംസ് നൽകിയ അഭിമുഖത്തിലാണ് അൽ അത്വിയ ഇക്കാര്യം പറഞ്ഞത്. അൽ ജസീറ ചാനലിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആപ്പിളിന്റെ iPhone 6, iPhone 6 Plus എന്നിവയ്ക്ക് റെക്കോർഡ് ബുക്കിംഗ്. വെള്ളിയാഴ്ച പുറത്തിറങ്ങുന്ന ഈ പുതിയ ഫോണുകൾക്കായി ഉപഭോക്താക്കൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 2012 iPhone 5 പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതികരണമാണ് iPhone 6 ലഭിക്കുന്നത്. അന്ന് ആദ്യ ദിനം ബുക്ക് ചെയ്തിരുന്നത് 20 ലക്ഷം പേരായിരുന്നു. എന്നാൽ iPhone 6 ആദ്യ ദിനം ഇതിന്റെ ഇരട്ടിയോളം പേരാണ് ബുക്ക് ചെയ്തത്. ഇത്രയും പേർ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ പലർക്കും ഫോൺ വാങ്ങാൻ അടുത്ത മാസം വരെ കാത്തിരിക്കേണ്ടി വരും. It's just very, very challenging, and it's not surprising that we're seeing 4 to 6 weeks of delays at least in some cases. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഫോണുകൾ വിപണിയിലെത്തുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. 4.7 ഇഞ്ചാണ് iPhone 6ന്റെ സ്ക്രീൻ വലിപ്പം. iPhone 6 Plusന്റേത് 5.5 ഇഞ്ചും. കയ്യിൽ കൊള്ളാത്ത ഫോൺ ഉപഭോക്താക്കൾ വെറുക്കുമെന്ന ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബിന്റെ നിഗമനം തള്ളിയാണ് വലിയ ഫോണുകളുമായി ആപ്പിൾ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഗെയിമുകൾക്കും വീഡിയോ കാണാനും കൂടുതൽ ഉപകാരപ്പെടും എന്നതിനാലാണ് ആളുകൾ വലിയ സ്ക്രീനുകൾ ഇഷ്ടപ്പെടുന്നത്. കൂടുതൽ മിഴിവുള്ളതുകൂടിയാണ് iPhone 6ന്റെ ഡിസ്പ്ലേ. റെറ്റിന HD എന്നാണ് ഇതിനെ ആപ്പിൾ വിശേഷിപ്പിക്കുന്നത്. ഐഫോണിന്റെ മുൻ മോഡലുകളേക്കാൾ കനം കുറഞ്ഞതായിരിക്കും പുതിയ ഫോണുകൾ. കാർപ്ലേ, ഹെൽത്ത് കിറ്റ്, മൊബൈൽ പേയ്മെന്റിന് സഹായകരമായ NFC എന്നിവയാണ് iPhone 6ന്റെ മറ്റു പ്രത്യേകതകൾ. ഇന്ത്യൻ വിപണിയിൽ ഒക്ടോബർ 17-ന് ഈ ഫോണുകൾ എത്തുമെന്ന് ആപ്പിൾ നേരത്തെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ സ്കോട്ട്ലൻഡിൽ ചെന്നാൽ ഇപ്പോൾ അത് അനുഭവിച്ചറിയാം. ഇംഗ്ലണ്ടിൽ നിന്നും സ്കോട്ട്ലൻഡ് സ്വതന്ത്രമാകുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഹിതപരിശോധന തന്നെ എങ്ങനെ കച്ചവടതന്ത്രമാക്കി മാറ്റാം എന്നാണ് ഒരു കേക്ക് ഷോപ്പ് ഉടമ കണ്ടുപിടിച്ചത്. എന്നാൽ സ്കോട്ട്ലൻഡിലെ ഒരു കേക്ക് ഷോപ്പിൽ ഹിതപരിശോധന മാസങ്ങൾക്ക് മുൻപേ തുടങ്ങി. എഡിൻബർഗ് ബേക്കറി ഉടമ ഗ്രഹാം സാവേജ് ആണ് തന്റെ കടയിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി കപ്പ് കേക്കിൽ ഹിതപരിശോധന നടത്തുന്നത്. 3 തരത്തിലുള്ള കപ്പ് കേക്കുകളാണ് ബേക്കറിയിൽ ഹിതപരിശോധനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഐക്യവാദികൾക്കായി ബ്രിട്ടീഷ് പതാകയുള്ള കേക്കും വിഘടനവാദികൾക്കായി സ്കോട്ട്ലൻഡിന്റെ പതാകയുള്ള കേക്കും നിഷ്പക്ഷ ചിന്താഗതിക്കാർക്ക് ചോദ്യചിഹ്നമുള്ള കേക്കുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതു പക്ഷമായാലും സാവേജിന്റെ കേക്ക് വാങ്ങണമെന്ന് മാത്രം. It's been great. I mean, customers are really engaged. They're coming in, they're chatting to us about their opinion, about the cakes. They're also talking to each other. സ്കോട്ട്ലൻഡ് വിഭജന ചർച്ചയുടെ ഇടവേളകളിലും ഈ കപ്പ് കേക്കുകൾ തന്നെയാണ് താരം. During a business meeting, talking about the referendum, and came to get some cupcakes to follow the bacon rolls that we're going to have. Realised that the shop offered a choice of cakes, and I've chosen the no thanks cakes because I very much hope that Scotland remains in the United Kingdom. ഏതായാലും എഡിൻബർഗ് ബേക്കറിയിലെ ഏത് കപ്പ് കേക്കിനായിരിക്കും കൂടുതൽ രുചിയുണ്ടാകുക എന്ന് നാളെ അറിയാം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ദോഹയിൽ നിർമ്മിക്കുന്ന തുർക്കി ഗ്രാമത്തിന് അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ഥാനിയും തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാനും സംയുക്തമായി തറക്കല്ലിട്ടു. ഇരു നേതാക്കളും ഒരുമിച്ചിരുന്നാണ് നിർദ്ദിഷ്ട ഗ്രാമത്തിന്റെ പ്ലാൻ അടങ്ങിയ വീഡിയോ കണ്ടത്. തുർക്കിയുടെ തനത് ഗ്രാമീണ വശ്യത പ്രകടമാക്കും വിധമാണ് തുർക്കി ഗ്രാമം രൂപകൽപ്പന ചെയ്തതെന്ന് അധികൃതർ പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഖത്തറിലെത്തിയ തുർക്കി പ്രസിഡന്റിനെ അമീർ ഷെയ്ഖ് ബിൻ അഹമ്മദ് അൽ അഥാനി രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രയയച്ചു. ബഹ്റൈൻ കേരളീയ സമാജം ബഹ്റൈൻ ബാഡ്മിന്റൺ ഫെഡറേഷനുമായി സഹകരിച്ച് അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. സമാജം ഹാളിൽ ഒക്ടോബർ 11 മുതൽ 31 വരെയാണ് മത്സരം നടക്കുക. $6000 സമ്മാനത്തുക. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. എലത്തൂർ മണ്ഡലം MLA AK ശശീന്ദ്രന് ദുബായ് തലക്കളത്തൂർ NRI അസോസിയേഷൻ സ്വീകരണവും സംഗമവും ഒരുക്കുന്നു. വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ഹിസൈസ് തുലിപ് ഇൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് നടക്കുക. ബഹ്റൈനിൽ പൗരന്മാർക്ക് മറ്റൊരു GCC രാജ്യത്തെ പൗരത്വമെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി. മറ്റൊരു രാജ്യത്ത് പൗരത്വമെടുക്കാൻ അനുമതി നൽകിക്കഴിഞ്ഞാലും ബഹ്റൈനി പൗരത്വം നിലനിൽക്കും. എന്നാൽ നിയമലംഘനം നടത്തിയാൽ പൗരത്വം പിൻവലിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്തേക്കാമെന്നും നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു. ഖത്തർ പൗരത്വം നേടിയ സലാഹ് മുഹമ്മദ് അൽ ജലാഹ്മയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് അണ്ടർ സെക്രട്ടറിയുടെ വിശദീകരണം. പൗരന്മാർ അവരുടെ നിലനിൽപ്പ് നിയമവിധേയമാക്കാൻ ജാഗ്രത പുലർത്തണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.